സാജൻ, എടോ സാജൻ, സാജൻ. അയ്യോ അയ്യോ സാർ, സോറി സാർ. സാറെന്താ ഇവിടെ? കൊള്ളാം. എന്റെ ഓഫീസിൽ ഞാൻ എന്തിനാ വന്നതെന്ന്? അയ്യോടി, ഇത് സാറിന്റെ ഓഫീസായിരുന്നോ? അപ്പൊ പിന്നെ ഞാൻ എന്നാ തന്നെ ഇങ്ങോട്ട് വന്നേ? എടോ, തന്നെ ഞാൻ ആളെ വിട്ട് വിളിപ്പിച്ചതാ. തലയ്ക്കൊരു വെളിവില്ലാതെ. അത്തോട്ട് കയറി വാടോ. എന്നെ കാണാൻ വരുമ്പോഴെങ്കിലും തന്റെ ഭാഗത്തുനിന്ന് ഒരു മിനിമം ഡക്കോറം ഞാൻ പ്രതീക്ഷിച്ചു. ലുക്ക് അറ്റ് യുവർ സെൽഫ്. ഷാബി, അൺടൈഡി, കൂടാതെ റമ്മിന്റെ കുത്തുന്ന മണവും. പിന്നെ കയ്യിലിരിക്കുന്ന 140 സ്കോച്ച് അടിക്കാൻ പോവാപ്പാ. എന്താണോ നിന്ന് പിറുപിറുക്കുന്നത്? എന്തോ? ഓ, ഒന്നുമില്ല സാർ. താനിടയായി ഓഫീസിൽ വന്ന് ഒപ്പിട്ടിട്ട് മുങ്ങാണെന്ന് SP റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പണി തന്നു. വല്ലതും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഡോണ്ട് സ്വയർ. എന്റെ പൊന്നു സാറ്, ഈ കമ്പ്യൂട്ടറൈസേഷൻ എന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിരുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. എനിക്ക് ആകപ്പാട് അറിയാവുന്ന ഒരു വിൻഡോ ദാ ഈ കാണുന്ന വിൻഡോയാ. ഓക്കെ, then I am going to shift you. ഓ, എങ്ങോട്ടാന്നാ? ഓ, ഗാന്ധി. ആദിത്യപുരം കൊട്ടാരത്തിലെ കൊല്ലങ്ങളായി അടഞ്ഞുകിടക്കുന്ന നിലവറ തുറക്കാൻ പോകുന്നു. അതിനുള്ളിൽ ഏതാണ്ട് നിധിയുണ്ടെന്നാ പറയുന്നത്. അവകാശികൾ 2 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞ് വലിയ ശത്രുതയില്ല. വർഷങ്ങളായി പരസ്പരം കാണുക പോലും ചെയ്യാത്ത അത്ര ശത്രുത. പിന്നെ ആ ex-MLA ഉണ്ടല്ലോ, രാജശേഖരവർമ്മ സാറ്, അദ്ദേഹം ഇതിന്റെ ഒരു ലീഗൽ ഹെയറാണ്. പുള്ളി ഇപ്പൊ കോടതിയിൽ മൂവ് ചെയ്തിരിക്കുക. അതെല്ലാം കൂടി സർക്കാർ അങ്ങ് ഏറ്റെടുക്കണമെന്ന്. ഇതായി കമ്മ്യൂണിസ്റ്റുകാരുടെ കുഴപ്പം. തിന്നുകയില്ല, തീറ്റിക്കയില്ല. എനിക്കിട്ട് പണിഞ്ഞിട്ടുള്ളത് മിക്കതും കമ്മ്യൂണിസ്റ്റുകാരാ. എടോ, താൻ ഞാൻ പറയുന്നൊന്ന് കേട്ടെ. നമുക്ക് താഴേന്ന് കിട്ടിയ റിപ്പോർട്ടായത്. ഈ വിവരങ്ങളെല്ലാം മീഡിയയിൽ വന്ന സാഹചര്യത്തിൽ ഒരു റോബറിക്ക് അൺഎക്സ്പെക്ടഡ് ബ്രേക്കിനുള്ള സാധ്യത കാണുന്നു. കൊട്ടാരത്തിൽ ഇന്നു മുതൽ തന്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഒരു ഓൺ ദ സ്ലൈ സർവിലൻസ്. ഏറ്റു സാറേ, അങ്ങനെ ഞാൻ നിധി അടിച്ചോണ്ട് പോകാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കില്ല. അവനെ ഞാൻ പൂട്ടും. പിന്നെ ആ ഫ്രോഡുമായിട്ട് ഡീൽ ഉണ്ടാക്കണം. അടിച്ചു മാറ്റുന്നതിന്റെ നല്ലൊരു ശതമാനം എനിക്ക്. പിന്നെ പുല്ല് ജോലിയും രാജിവെച്ച അറുമാദത്തോട് അറുമാദം.